നമ്മളിവിടെ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉദയഗിരിയിലെ റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്താ ഇതിനെ പറയാനുള്ളത്? കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗൈസ് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഇവിടുത്തെ ഒരു അടിപൊളി ഒരു റിസോർട്ടിൻ്റെ മുമ്പിലാണ്. ഉദയഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഈ മഴയൊക്കെ ഉള്ള സമയം മോസ്റ്റ്ലി നമ്മളിവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ടൈംസ്. പക്ഷേ ഇന്ന് വരുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ് ആക്ച്വലി. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം നല്ല ക്ലൗഡി ആയിട്ട് മഞ്ഞൊക്കെ മൂടിക്കിടപ്പുണ്ട്. തൊട്ട് മുകളിൽ നോക്കി നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ കാണാം. ഇപ്പം സൈഡിൽ വേണ്ട അങ്ങോട്ടൊക്കെ നോക്കി അറിയാം, മൊത്തം മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. സോ നല്ല രസമുണ്ട് ഈ ഒരു ടൈം. ആക്ച്വലി നമ്മൾ കുറച്ച് മുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് മഞ്ഞാവും. ഒരു ഈവനിങ് ടൈമിലേക്കൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന സ്പോട്ട് വരെ നല്ല രീതിയിൽ മഞ്ഞായിരിക്കും. പക്ഷേ ഇപ്പോൾ അത്രയും മഞ്ഞൊന്നുമില്ല. സോ നമുക്ക് ഈ ഒരു കുറച്ച് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് മോൾ വഴിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് അടയാളക്കല്ലൊക്കെ ഒന്ന് പോയിട്ട് ആ വശത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചു വരാം. ബാക്ക്ഗ്രൗണ്ടിൽ താഴെ എന്തോ ഓണപ്പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടും ഓണപ്പരിപാടികളൊന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ നാട്ടുകളിലൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ചെയ്യും. അപ്പം എങ്ങനെയാണ് ഓണം കഴിഞ്ഞിട്ട് ഓണം എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിച്ചതെന്ന്, ഓണം കഴിഞ്ഞുള്ള ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. നീ ഇച്ചിരി മുമ്പ് എടുത്ത എത്രയിലാ? ഇച്ചിരി മുമ്പ് എടുത്ത എത്രയിലാ? നമുക്കൊരു വീഡിയോ എടുത്തിട്ട് എൻ്റെ ചാനലിലും കൂടി ഇട്ട് നോക്കിയാലോ? ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ ചാനലിലും കൂടി ഇട്ട് നോക്കിയാലോ? ഫോട്ടോ ഉണ്ടോന്ന് അറിയാമായിരുന്നല്ലോ. ഇവിടെയാ അല്ലേ? പതിവ് പോലെ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, ഉദയഗിരിയില്. നിങ്ങൾക്ക് ഇതൊരു ബോറിംഗ് ആണെന്ന് തോന്നുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്കിതൊരു വൈബാണ്. ഇവിടെ രസമുണ്ട്. നമുക്കിപ്പോൾ യാത്ര ചെയ്ത് വരുവാണെങ്കിൽ വൈബായിരിക്കും. നല്ലൊരു സമയമാണ്. അത്യാവശ്യം വന്നൊക്കെ അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ ഒരു വളരുന്ന കല്ലുണ്ട്. നമ്മളെ നേരത്തെ വീഡിയോയിലൊക്കെ ആ ഒരു കല്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇടുക്കി ജില്ലയിലെ എൻ്റെ പരിചയത്തിൽ 2 ക്ഷേത്രങ്ങളിലുള്ളൂ ഇങ്ങനെ വളരുന്ന ഒരു കല്ലുകളുള്ള. ഒന്ന് ഭീമങ്കൽ ദേവി ക്ഷേത്രം, ഒന്ന് നമ്മുടെ അടയാളക്കല്ല് ഭദ്രകാളി ക്ഷേത്രം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഇടുക്കിയിലേക്കൊക്കെ വരുന്ന അതുപോലെ ഭീമങ്കല്ല് ക്ഷേത്രം വരുന്നത് നമ്മുടെ ഏലപ്പാറ ചിന്നാർ ആ ഒരു സൈഡിലാണ് ആ ക്ഷേത്രം വരുന്നത്. ഏലപ്പാറയിൽ നിന്ന് നമ്മൾ കട്ടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് ഏലപ്പാറ ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വലിയ ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു കാണിക്കവഞ്ചി കാണാൻ പറ്റും. അവിടെ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മനോഹരമായ ഒരു തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡൊക്കെ കണ്ട് നമ്മൾ നേരെ ഭീമങ്കൽ ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 സ്ഥലവും മിസ്സാക്കാതെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ അടയാളക്കൽ വ്യൂ പോയിന്റ് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മുകളിലേക്കൊക്കെ ചെന്നിട്ടൊന്ന് കണ്ടു നോക്കാം. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ടൂറിസ്റ്റുകളെ നിൽക്കുന്നുണ്ടായിരുന്നു, പോയി കാണുമായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം.